തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് ചെങ്കുത്തായ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന അതിമനോഹരമായ ഒരു ബീച്ചാണ് വർക്കല ബീച്ച് അഥവാ വർക്കല പാപനാശം ബീച്ച്. ലോകത്തിലെ ഏറ്റവും മികച്ച 100 ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടി എന്നതാണ് വർക്കല ബീച്ചിനുള്ള ശ്രദ്ധേയമായ അംഗീകാരം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ബീച്ചിൻ്റെ ഒരു സായം സന്ധ്യയിലേക്കാണ്. ഈ ബീച്ചിൽ പുതുതായി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഫ്ലെക്സ് ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്ന തീരദേശ മേഖലയിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ ബീച്ച് ക്ലിഫ് ബീച്ച് എന്ന പേരിലും അറിയപ്പെടുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഏറെ പ്രസിദ്ധമായ ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. അതുകൊണ്ട് തന്നെ സ്വദേശികളും വിദേശികളുമായ ധാരാളം വിനോദസഞ്ചാരികൾ ദിവസവും ഇവിടെ സന്ദർശിച്ചു പോകുന്നു. വർക്കല ബീച്ചിൽ എത്തിയാൽ തീർച്ചയായും കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ സൂര്യാസ്തമയം. അതിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഘോഷരാവുകൾ ആവോളം ആസ്വദിക്കുവാൻ ഉപകരിക്കുന്ന ഇവിടുത്തെ ക്ലിഫുകൾ രാത്രിയും പകലും വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ബീച്ച് സന്ദർശിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം. വർക്കല ബീച്ചിലെ വാവുബലി ഏറെ പ്രസിദ്ധമാണ്. ഹിന്ദു വിശ്വാസികളുടെ പുണ്യസ്ഥലമാണ് ഈ ബീച്ച്. നൂറ്റാണ്ടുകളായി കടന്നുപോയ പ്രിയപ്പെട്ടവർക്കായി ബലി അർപ്പിക്കുകയും ലൗകിക പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുന്ന ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നവർ പ്രകൃതിദത്തമായ പാപനാശിയിൽ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കടൽ തീരത്തെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയും ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം. വർക്കല ബീച്ച് ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ അത്ഭുതകരമായ ഒരു ഭൂപ്രദേശമാണ്. പാറക്കെട്ടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക കടൽ തീരമാണ് പാപനാശം. ഈ പാറക്കെട്ടുകൾ ഒരു ഭൂമിശാസ്ത്ര സ്മാരകമാണ്. സഞ്ചാരികളെ കൊണ്ട് എപ്പോഴും ഇഷ്ടമാണ് ഇവിടം. തിരുവനന്തപുരത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിതമായത്. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് വർക്കല പാപനാശത്തിലേത്. കേരളത്തിലെ ബീച്ചുകളിൽ ഏറെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ. തിരമാലകൾക്ക് അനുസരിച്ച് പൊങ്ങിയും താണും നിൽക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലും നങ്കൂരമിട്ട് ഉറപ്പിച്ചാണ് ഇവ നിർത്തിയിട്ടുള്ളത്. അപകട സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും സേഫ്റ്റി ഗാർഡുകളും സേഫ്റ്റി ബോട്ടുകളും ചുറ്റിനുമുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ആർക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ അനുവദിക്കാറില്ല. സ്പീഡ് ബോട്ടുകളും ബീച്ചിലോട്ടിക്കാൻ കഴിയുന്ന അഡ്വഞ്ചർ വാഹനങ്ങളും ഇവിടെ ഇപ്പോൾ ഒഴുക്കിയിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനും 4 ആക്ടിവിറ്റീസിനും കൂടി 1020 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ മാത്രം കയറുന്നതിന് 120 രൂപയാണ് ഒരാൾക്ക് ഫീസ്. ഒരു സമയത്ത് മാക്സിമം 50 പേരെയാണ്
കയറ്റി ഇറക്കുന്നത്. ടൂറിസ്റ്റുകളുടെ സ്നേഹതീരമാണ് വർക്കല. അറബിക്കടൽ താലോലമാട്ടുന്ന തങ്കത്തൊട്ടി, നീളമേറിയ കടൽ തീരം, കരയിൽ സിന്ദൂരവർണ്ണമണിഞ്ഞ ചിമ്മൺ കുന്നുകൾ, അവയിൽ നിന്ന് എക്കാലത്തും ഉറവ് പൊട്ടുന്ന തെളിനീരിൻ്റെ മധുരം, ക്ലിഫ് കടന്നാൽ കായൽ പരപ്പിൻ്റെ കണ്ണെത്താത്ത സൗന്ദര്യം, ജലപാതയിൽ വർക്കല തുരപ്പെന്ന നിർമ്മാണ വിസ്മയം, ശിവഗിരിയുടെയും ജനാർദ്ദന സ്വാമി ക്ഷേത്രവും നൽകുന്ന തീർത്ഥാടന പുണ്യം. വർക്കല മുതൽ കാപ്പിൽ വരെ നീളുന്ന പ്രദേശം ടൂറിസ്റ്റുകളുടെ പറദീസയാണ്. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന വിശാലമായ ബീച്ചാണ് വർക്കലയുടെ മുഖശ്രീ. കടൽ തീരത്തെ ചുറ്റി അർത്ഥവൃത്താകൃതിയിൽ കാവ്യ പുകച്ചു നിൽക്കുന്ന കുന്നുകൾ അനന്യമായ കാഴ്ചയാണ്. 50 മുതൽ 75 അടി വരെ ഉയരമുള്ള കുന്നിൻ്റെ മുകൾ ഭാഗം ഹിൽ ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. റിസോർട്ടുകളിലേറെയും ഈ ഭാഗങ്ങളിലാണുള്ളത്. 350ഓളം റിസോർട്ടുകൾ പാപനാശത്തും പരിസരത്തുമുണ്ട്. സർക്കാരിൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രം ഹിൽ ടോപ്പിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും റോഡ്, റെയിൽ മാർഗം വർക്കലയിലെത്താം. തിരുവനന്തപുരത്ത് നിന്ന് 51 കിലോമീറ്റർ വടക്കും കൊല്ലത്ത് നിന്ന് 37 കിലോമീറ്റർ തെക്കുമാണ് വർക്കല. മനോഹരമായ കടൽത്തീരങ്ങളും ദക്ഷിണക്ഷേത്രം, ശിവഗിരി മഠം, ആശ്രമം, ആയുർവേദ റിസോർട്ടുകൾ എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. നമ്മൾ വീണ്ടും ഇവിടുത്തെ സായം സന്ധ്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ്ടും സൂര്യൻ അതിൻ്റെ അസ്തമനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ക്ലിഫുകൾ സജീവമായി കഴിഞ്ഞു. എങ്ങും ലൈറ്റുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലസ്ഥാനത്തു നിന്ന് ഏകദേശം 45 കിലോമീറ്റർ വടക്കായാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള വർക്കല റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 51 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. പ്രകാശപൂരിതമായ അതിമനോഹരമായ രാത്രിയിലെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത്